കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് എടപ്പുഴയിലുള്ള സ്രാമ്പിക്കൽ തോമസ് എസ് ജെയുടെ വീടാണിത്. രാജൻകുട്ടി എന്നാണ് നാട്ടിൽ അറിയപ്പെടുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇരിട്ടിയിൽ നിന്നും കരിക്കോട്ടക്കരി വഴി എടപ്പുഴയിലെത്താൻ ഏകദേശം 16 കിലോമീറ്റർ വരും. എടപ്പുഴയിൽ നിന്നും മദർ തെരേസ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് 1.5 കിലോമീറ്ററിനുള്ളിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് എടപ്പുഴയിലുള്ള സ്രാമ്പിക്കൽ ശ്രീ രാജൻകുട്ടിയെയും കുടുംബത്തെയുമാണ്. രാജൻകുട്ടിയുടെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ പാലായ കുടുംബത്തിന്റെ സ്രാമ്പിക്കൽ കുടുംബത്തിന്റെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് ഔസേപ്പ് തൊമ്മനിൽ നിന്നാണ്. ഔസേപ്പ് തൊമ്മന് 6 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. അതിലേറ്റവും മൂത്തയാളാണ് തൊമ്മൻ എന്ന് വിളിക്കുന്നയാൾ. 1868 മുതൽ 1916 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം. അദ്ദേഹത്തിന് 5 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലേറ്റവും മൂത്തയാളാണ് ഔസേപ്പ്. ഔസേപ്പിന്റെ 7 മക്കളിൽ 3ാമത്തെ മകനാണ് ജോസഫ് എന്ന് വിളിക്കുന്ന കുഞ്ഞുഞ്ഞ്. ജോസഫ് എന്ന് വിളിക്കുന്ന കുഞ്ഞുഞ്ഞിന് 8 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 5ാമത്തെ ആളാണ് രാജൻകുട്ടി എന്ന് വിളിക്കുന്ന തോമസ് എസ് ജെ. നമുക്ക് രാജൻകുട്ടിയെയും കുടുംബത്തെയും പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. രാജൻകുട്ടി എന്നാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് അല്ലെ? ഒഫീഷ്യൽ ആയിട്ടുള്ള പേരെന്താ? തോമസ് എന്നാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള പേര്. ഈ പറഞ്ഞ ഇടപ്പുഴയ്ക്ക് അടുത്തുള്ള സ്ഥലമാണിത്. ഈ സ്ഥലത്തിന് പ്രത്യേകമായിട്ടൊരു പ്രോപ്പർ പേര് പറയാനുണ്ടോ? വാളത്തോട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ വാളത്തോട് അല്ലെങ്കിൽ ഇടപ്പുഴ ഒന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 42 വർഷമായി. അപ്പം ഫാദറായിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്, അതോ ഗ്രാൻഡ് ഫാദർക്ക് ആയിട്ട് വന്നതാണോ ഈ സ്ഥലത്തേക്ക്? ആദ്യം ചേട്ടന്മാരാണ്. ചെമ്പനോടിയായിരുന്നു. ഇങ്ങോട്ട് വന്നത്. അപ്പൊ അതുവരെ ചെമ്പനോടിയിലായിരുന്നു. ജനിച്ചു വളർന്നതൊക്കെ ഈ ചെമ്പനോടിയാണോ? കുമ്പളിയിലാണ് ജനിച്ചതും. അതിനുശേഷമാണ് ഫാദറൊക്കെ ആയിട്ട് ഈ ചെമ്പനോടയിൽ എത്തുന്നതും തുടർന്നാണ് ഈ ഇടപ്പുഴയിലേക്ക് താമസം എത്തുന്നത്. ഇടപ്പുഴ എത്തിയിട്ട് ഏകദേശം 40 വർഷമായി, 42 വർഷമായി. അതിനു മുമ്പ് ചെമ്പനോടെ കുറെ വർഷങ്ങൾ ഉണ്ടായിരുന്നു. പിതാവിന്റെ പേര് ജോസഫ് എന്നാണ്. നാട്ടിൽ അറിയപ്പെടുന്നത് കുഞ്ഞുഞ്ഞെന്നാണ് നാട്ടില് അറിയപ്പെടുന്നത്. അമ്മയുടെ പേര് ബ്രിജിത്ത. അമ്മയുടെ വീട് പൈകയിലാണ്. വീട്ടുപേര് പാലത്തിങ്കൽ എന്നാണ് വീട്ടുപേര്. പൈക പാലത്തിങ്കൽ കുടുംബാംഗമാണ് അമ്മ. ഭാര്യ നമ്മോടൊപ്പം ഉണ്ട്. ചേച്ചിയുടെ പേരെന്തായിരുന്നു? മേരി എന്നാണ് ചേച്ചിയുടെ പേര്. വീട് എവിടെയാ? സ്വന്തം വീട് കരിക്കോട്ടക്കരി. ഇവിടെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ് കരിക്കോട്ടക്കരി. വീട്ടുപേര് തുണ്ടിയിൽ നിന്നാണ് വീട്ടുപേര്. മാതാപിതാക്കന്മാര്? അമ്മയെ ജീവിച്ചിരിപ്പില്ല. ചാച്ചന്റെ പേര് ദേവസ്യ. ചാച്ചന്റെ പേര് ദേവസ്യ എന്നാണ്. അമ്മയുടെ പേര് ത്രേസ്യ. അമ്മയുടെ പേര് ത്രേസ്യ എന്നാണ്. അമ്മയുടെ വീട് എവിടെയായിരുന്നു? അമ്മയുടെ വീട് എരുമേലിയിലാണ്. എരുമേലി കൊരട്ടിയിലാണ് വീട്. വീട്ടുപേര് കണത്തിമറ്റത്തിൽ നിന്നാണ് വീട്ടുപേര്. നിതിൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ഭാര്യ സ്മിത. സ്മിതയുടെ വീട് എവിടെയാ? പുറവേൽ. വീട്ടുപേര് പാമ്പ്ലാനി എന്നാണ്. മാതാപിതാക്കന്മാര്? ഡാഡിയുടെ പേര് സോജൻ. മമ്മിയുടെ പേര് മേഴ്സി. അമ്മയുടെ വീട്? അമ്മയുടെ വീട് കരിയത്തിൻചാല്. ഇലവങ്കിൽ നിന്ന് വീട്ടുപേര്. ഇലവങ്കിൽ നിന്നാണ് വീട്ടുപേര്. കരിയത്തിൻചാല്. നിങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. അത് മൂത്ത 2 പെൺകുട്ടികളാണ് അല്ലേ? മൂത്ത മോളുടെ പേരെന്താണ്? അമ്മയാ മേരി. മോള് സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടോ? അംഗൻവാടി പോകുന്നുണ്ട്. 2ാമത്തെ മോളുടെ പേര് അയോണ മേരി. നിതിൻ ആണ് 2ാമത്തെ മോളുടെ പേര്. സഹോദരി മൂത്തതാണ്. സഹോദരിയുടെ പേര് അനു. അനു എന്ത് ചെയ്യുന്നു? നേഴ്സാണ്. ഖത്തറിൽ ജോലി ചെയ്യുന്നു. നേഴ്സായിട്ട് ഖത്തറിൽ ജോലി ചെയ്യുന്നു. എത്ര വർഷമായി ഖത്തറിലായിട്ട്? ഖത്തറിൽ ഇപ്പൊ 8 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. എവിടേക്കാണ് വിവാഹം കഴിപ്പിച്ചു? മൂവാറ്റുപുഴയിലേക്കാണ് വിവാഹം കഴിപ്പിച്ചത്. ഭർത്താവിന്റെ പേര് അനൂപ്. വീട്ടുപേര് മണ്ണേക്കാട്ട്. വീട്ടുപേര് മൂവാറ്റുപുഴ മണ്ണേക്കാട്ട് കുടുംബാംഗമാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു?
അളിയൻ നേഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു ഓഫീസുണ്ട് മൂവാറ്റുപുഴയില്. റിക്രൂട്ട്മെന്റ് ഓഫീസ് ഓഫീസുണ്ട്. എന്താണ് ആ ഓഫീസിന്റെ പേര്? ഹെവൻസ് പ്ലേസ്മെന്റ് ഹെവൻസ് പ്ലേസ്മെന്റ് എന്നുള്ളൊരു നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഏജൻസി സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? ഒരു കൊച്ച്, ഒരു പെൺകൊച്ച്. കൊച്ചിന്റെ പേര് ആൻഡ്രിയ. ആൻഡ്രിയ എന്നാണ് കുട്ടിയുടെ പേര്. കുട്ടി എത്രാം ക്ലാസ്സിലായി? 6ാം ക്ലാസ്സിൽ. 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നാട്ടിലാണോ വിദേശത്താണോ? നാട്ടിൽ തന്നെ, മൂവാറ്റുപുഴയിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മേരി ചേച്ചി, നിങ്ങൾ എത്ര മക്കളായിരുന്നു? 4 ആണും 1 പെണ്ണും, മൊത്തം 5 പേരായിരുന്നു. മേരി ചേച്ചി എത്രാമത്തെ ആളാണ്? 4ാമത്തെ ആളാണ്. ഏറ്റവും മൂത്തത് ആരാണ്? ജോസ്. അവരൊക്കെ എവിടെയാണ് താമസിക്കുന്ന സഹോദരങ്ങളെല്ലാം? കുരിപ്പൻകുറ്റി. ഈ സഹോദരങ്ങളെല്ലാം അടുത്തടുത്ത് തന്നെയാണോ താമസിക്കുന്നത്? അങ്ങനെ അടുത്തടുത്ത സ്ഥലങ്ങളിലാണ് എല്ലാവരും താമസിക്കുന്നത്. ജോസിന്റെ ഭാര്യയുടെ പേര് ആലീസ്. ആലീസിന്റെ വീട്ടുപേര് പൊട്ടംപ്ലാക്കൽ. സ്ഥലം കുടിയാൻമല. പൊട്ടംപ്ലാക്കൽ കുടുംബാംഗമാണ് ജോസിന്റെ ഭാര്യ. അവർക്ക് എത്ര മക്കളാണ് ഉള്ളത്? 3 മക്കളാണ് ഉള്ളത്. 2 ആണും 1 പെണ്ണും. അവരുടെ പേര് റിൻഡോ, ഷിൻഡോ, ഷാൻജി. അങ്ങനെ 3 മക്കളാണ് അവർക്കുള്ളത്. ജോസിന്റെ ഇളയതാരാണ്? അപ്പച്ചൻ. അപ്പച്ചൻ എവിടെയാണ് താമസിക്കുന്നത്? കരിക്കോട്ടക്കരയിലാണ് താമസിക്കുന്നത്. അപ്പച്ചന്റെ ഭാര്യയുടെ പേര് ഏലിയാമ്മ. മരിച്ചുപോയി. നീണ്ടൂരാണോ? വേഗത്താനം വീട്ടുപേര്. സ്ഥലം കെട്ടൂര്. വേഗത്താനം കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണുള്ളത്. മനീഷ്, സുമീഷ്, സൗമ്യ. അവർ 2 ആണും 1 പെണ്ണുമാണ് അവർക്കുള്ളത്. അതിന് താഴെയുള്ള ആള് തോമാച്ചൻ മരിച്ചുപോയി. പെണ്ണമ്മയാണ് ഭാര്യ. പെണ്ണമ്മയുടെ വീട്ടുപേര് സ്ഥലം കുഴിപ്പള്ളി. കൊല്ലംപറമ്പിൽ കുടുംബാംഗമാണ്. കീഴ്പള്ളി കൊല്ലംപറമ്പിൽ കുടുംബാംഗമാണ്. അവർക്ക് എത്ര കുട്ടികളാണ്? 3 കുട്ടികളാണുള്ളത്. 2 ആണും 1 പെണ്ണും. അവരുടെ പേര് ഡെന്നീഷ്, റിൻഡോ, ഡിജോ, ഡയാന. 3 മക്കളാണ് അവർക്ക് ഉള്ളത്. അതിന് താഴെയുള്ളത് മേരി ചേച്ചി തന്നെയാണ്. മേരി ചേച്ചിയുടെ ഇളയത് ഒരാളുടെ പേര് കുഞ്ഞുമോൻ എന്നാണ് പേര്. അവരെവിടെയാണ് താമസിക്കുന്നത്? കരിക്കോട്ടക്കര തന്നെയാണ് താമസിക്കുന്നത്. ഭാര്യയുടെ പേര് ലിസി എന്നാണ് ഭാര്യയുടെ പേര്. വീട്ടുപേര് സ്ഥലം കുടിയാൻമല പിണക്കാട്ട് കുടുംബാംഗമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. അവർക്ക് എത്ര മക്കളുണ്ട്? പ്രീതു, റൊമാരിയോ. അങ്ങനെ 2 മക്കളാണ് അവർക്ക് ഉള്ളത്. ഇതാണ് ചേച്ചിയുടെ സഹോദരങ്ങളുടെ ഡീറ്റെയിൽസ്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? 8 പേരായിരുന്നു. അതിനകത്ത് ഏറ്റവും മൂത്തതാരാണ്? ജോർജ് എവിടെയാണ് താമസിക്കുന്നത്? വാളത്തോട് തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹം മരിച്ചിട്ട് എത്ര വർഷമായി? 15 വർഷമായി മരിച്ചു പോയിട്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ മേരി എന്നാണ് പേര്. വീട്ടുപേര് സ്ഥലം മംഗലശ്ശേരി എന്നാണ് വീട്ടുപേര്. സ്ഥലം ചെമ്പനോടെയാണ് അവരുടെ വീട്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണ്. മക്കളുടെ പേര് മനോജ്, കവിത, മനീഷ്. അങ്ങനെ 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയാണ് അവർക്കുള്ളത്. തൊട്ട് താഴെയുള്ള ആള് കുട്ടിച്ചൻ എന്നാണ് പേര്. അദ്ദേഹവും ഈ നിങ്ങളുടെ വീടിന് സമീപത്ത് തന്നെ ഈ ഇടപെടൽ തന്നെ വാളത്തോടാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഫിലോമിനയുടെ വീട്ടുപേര് പന്തിരുവേലിയിൽ നിന്നാണ് വീട്ടുപേര്. സ്ഥലം ചിറ്റാരിക്കാരാണ് അവരുടെ സ്ഥലം. അവർക്ക് എത്ര മക്കളുണ്ട്? 4 മക്കളാണ് ഉള്ളത്. അവരുടെ പേര് ജാസ്മിൻ, മെൽവിൻ, ജസ്റ്റിൻ. അതിനകത്ത് മെൽവിൻ എന്ന് പറയുന്നത് അച്ഛനാണ്. അച്ഛൻ കപ്പുച്ചൻ സഭയിൽ സേവനം ചെയ്യുന്നത്. ഇപ്പൊ എവിടെയാ അദ്ദേഹം സേവനം ചെയ്യുന്നത്? ആലക്കോടാണ് അദ്ദേഹം സേവനം ചെയ്യുന്നത്. അപ്പൊ കുട്ടിച്ചന്റെ ഇളയതാരാണ്? വർക്കിച്ചൻ എവിടെയാണ് താമസിക്കുന്നത്? കൂടരഞ്ഞിയിലാണ് വർക്കിച്ചൻ താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് റോസമ്മ എന്നാണ് പേര്. റോസമ്മയുടെ വീട്ടുപേര് സ്ഥലം ചെക്കിട്ടപ്പാറയാണ് അവരുടെ വീട്. വീട്ടുപേര് പാറാന്തോട്ടത്തിൽ നിന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? 1 ആണും 2 പെണ്ണും.
ഒരാണ് രണ്ട് പെണ്ണ്. രണ്ട് പെണ്ണും. അങ്ങനെ 3 മക്കളാണ്. അവരുടെ പേര് ടിങ്കിള്, ജിമ്പിൾ, ടോബിൾ. ടിങ്കിൾ, ജിമ്പിൾ, ജിമ്പിൾ, ടോബിൾ. ടോബിൾ. അങ്ങനെ 3 മക്കളാണ് മക്കൾ. അവർക്കുള്ളത്. വർക്കിച്ചന്റെ ഇളയത് ആരാണ്? ശാന്തമ്മ സഹോദരിയാണ്. സഹോദരി എവിടെ വിവാഹം ചെയ്തത്? കോട്ടയത്ത് മഠത്തില് സേവനം അനുഷ്ഠിക്കുന്നു. കോട്ടയത്തില് ഒരു ഒരു മഠത്തിൽ സേവനം അനുഷ്ഠിക്കുന്നു. ശുശ്രൂഷ അതെ. ചെയ്യുന്നു. അതിന് താഴെയുള്ള ആള് രാജൻകുട്ടി തന്നെയാണ്. രാജൻകുട്ടിക്ക് ഇളയത് ദേവസ്യ, ബാബച്ചി എന്ന് പറയുന്നത് ദേവസ്യാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് മേരി. മേരി എന്നാണ് ഭാര്യയുടെ പേര്. വീട്ടുപേരും സ്ഥലവും കുട്ടിച്ചപാറയാണ് സ്ഥലം. വീട്ടുപേര് നെല്ലിയാനി. നെല്ലിയാനി എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളാണ് പാപ്പച്ചിക്ക്? 2 മക്കള്. 2 പേരാണുള്ളത്. പേര് ബിബിനും ബിബിതയും. അങ്ങനെ 2 കുട്ടികളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയാള് ബേബി. മരിച്ചുപോയി. ബേബി മരിച്ചു. അവരെവിടെയാ താമസിക്കുന്നത്? അവര് എടൂര്. ഉരുപ്പുകൊണ്ട് വലിയ ദൂരത്തിലല്ലാത്ത ഒരു സ്ഥലത്ത് തന്നെയാണ്. എടൂരാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ലീന. ലീനയുടെ വീട്ടുപേര് സ്ഥലവും മടത്തിപ്പറമ്പിൽ നിന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 പേര്. അവരുടെ പേര് അരുണും കിരണും. അങ്ങനെ 2 മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയത് അച്ഛനാണ്. അച്ഛന്റെ പേര് ജോയി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഫാദർ ഫ്രാൻസിസ് സ്നാമ്പിക്കൽ. അദ്ദേഹം ഇപ്പൊ എവിടെയാ സേവനം ചെയ്യുന്നത്? ആലുവ സെമിനാരിയിലാണ് അദ്ദേഹം സേവനം ചെയ്യുന്നത്. ഇതാണ് നിങ്ങളുടെ സഹോദരങ്ങളുടെ ഒരു ഡീറ്റെയിൽസ്. നിങ്ങൾ എത്ര മക്കളാണുള്ളത്? ഞങ്ങൾ 3 പേരാണ്. 3 പേരാണ്. എത്രയാണ്? എത്ര പെണ്ണും? 2 പെണ്ണും ഒരാണ്. 2 പെണ്ണും ഒരാണ്. അതിനകത്ത് ഏറ്റവും മൂത്തത് ആരാ? ചേച്ചി. ചേച്ചിയുടെ പേര്? ചേച്ചിയുടെ പേര് സൗമ്യ. സൗമ്യയെ വിവാഹം ചെയ്തിരിക്കുന്നു. മണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീട്ടുപേര് തുപ്പലഞ്ചിയിലാണ്. ഭർത്താവിന്റെ പേര് സിജോ. അവർക്ക് എത്ര മക്കളാണ്? 2 പേര്. അവരുടെ പേര്? ഒരാണ്, ഒരു പെണ്ണ്. മൂത്തത് പെൺകൊച്ച്. പെൺകൊച്ചിന്റെ പേര് കൊച്ചിന്റെ പേര് മൂത്തത് പെൺകൊച്ച്. ബനിയ റോസ് സിജോ എന്ന് പേര്. രണ്ടാമത്തത് ഒരാൺകൊച്ച്. പേര് എഡ്വിൻ. എന്നാണ് രണ്ടാമത്തെ കുട്ടിയുടെ അച്ചു എന്നാണ് വിളിക്കുന്നത്. അതിന് താഴെയുള്ള ആള് ആങ്ങളെയാണ്. നിങ്ങൾ ട്വിൻസാണ്. ആളുടെ പേര് ജോബിൻ. ജോബിൻ എന്ത് ചെയ്യുന്നു? അവന് ഒരു കല്ലുംവണ്ടി ഉണ്ട്. ലോറി വണ്ടി അത് ഓടിക്കുന്നു. വൈഫിന്റെ പേര് ജിജിന എന്നാണ് വൈഫിന്റെ പേര്. വൈഫിന്റെ വീട് എവിടെയാ? വീട് വയനാട്. വീട്ടുപേര് പുളിമുട്ടിൽ നിന്നാണ്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? ഒരു കുട്ടി. കൊച്ചിന്റെ പേര് റയാൻ ഓസ്റ്റിൻ എന്നാണ് പേര്. മോള് വിദ്യാഭ്യാസ കാലഘട്ടം ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എവിടെയാണ് ജോലി ചെയ്യുന്നത്? അയർലൻഡിലാണ്. നേഴ്സാണോ? എത്ര വർഷമായി അയർലൻഡിലേക്ക് പോയിട്ട്? ഞാൻ പോയിട്ട് 6 മാസമായതേ ഉള്ളൂ. 6 മാസമായതേ ഉള്ളൂ. അതിന് മുമ്പ് ജോലി ചെയ്ത സ്ഥലങ്ങളൊക്കെ എവിടെയാണ്? ബോംബെയില്, പിന്നെ ഇരിട്ടിയില്. ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് പഠിച്ചത്? ഞാന് എന്റെ LP സ്കൂള് പുറവേല് ഗവൺമെന്റ് LP സ്കൂള്. പിന്നെ UP സ്കൂള് മാട്ര കാരീസ് UP സ്കൂള്. പിന്നെ ഹൈസ്കൂള് വൈത്തൂര്. പ്ലസ് ടു കേരള കോളേജ്. അതിനുശേഷം GN ആണ്. പോസ്റ്റ് BSc ചെയ്തു. അത് ബോംബെയിലാണ് അവിടെ തന്നെ ബോംബെ തന്നെയാണ് പഠിച്ചത്. അതിനുശേഷം ബോംബെ ജോലി തുടർന്ന് വിവാഹത്തിന് ശേഷമാണ് ഇപ്പം അയർലൻഡിന്. നിതിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയാമോ? വിദ്യാഭ്യാസം പ്ലസ് 2 കഴിഞ്ഞു. പിന്നെ ITI പഠിച്ചു. പ്ലസ് 2 കഴിഞ്ഞ് ഇലക്ട്രീഷ്യൻ. ജോലി 3 വർഷം. 2 വർഷം ദുബായിൽ, 1 വർഷം ഖത്തറിലും. അങ്ങനെ 3 വർഷം വിദേശ ജോലി ചെയ്തു. അതെ. പിന്നെ 2000 കൊറോണ തുടങ്ങിയപ്പോൾ പിന്നെ മാരേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയില്ല. പിന്നെ ശ്രമിക്കുന്നുണ്ട്. ചെറിയ കൊച്ചി ഇപ്പൊ 9 മാസമായുള്ള ഒരു 1.5 വയസ്സ് കഴിയുമ്പോഴത്തേനും അയർലൻഡിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രാജൻകുട്ടി ചേട്ടന് പ്രധാനമായിട്ട് എന്താ ജോലികളും എന്തെങ്കിലും ഉണ്ടോ? അതോ കൃഷിയാണോ? കൃഷി കാര്യങ്ങളാണ്
വീടിനോട് സമീപത്ത് തന്നെയുള്ള കൃഷിയിടങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പൊ നിങ്ങൾ ഏത് ഇടവകയിലാണ് ഇപ്പൊ താമസിക്കുന്നത്? എടപ്പുഴയാണ് നിങ്ങളുടെ സെന്റ് ജോസഫ് ചർച്ച്. സെന്റ് ജോസഫ് ചർച്ച് എടപ്പുഴയാണ് നിങ്ങളുടെ ഇടവക. അപ്പൊ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.